സ്റ്റാർ അല്ലേ, മറ്റേ വലിയ സ്റ്റാർ അല്ലേ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ തണ്ടയിൽ കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ട്രീ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇന്ന് നമുക്ക് സ്റ്റാർ ഒന്ന് റെഡിയാക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ ഈറ വെച്ച് ഉണ്ടാക്കിയ സ്റ്റാറാണിത്. അപ്പം അതിൻ്റെ പേപ്പറൊക്കെ പോയി, കളറെല്ലാം മങ്ങിയല്ലേ, അഴുക്കായിപ്പോയല്ലേ. ഇത് ഫുള്ള് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ പേപ്പർ ഫുള്ള് കളഞ്ഞിട്ട് നമുക്ക് പുതിയ പേപ്പർ വെച്ച് റെഡിയാക്കാം. ഇതേ സെയിം പേപ്പറേ മതി സ്റ്റാർ ഉണ്ടാക്കാനാന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇത് കൊണ്ടുപോയാൽ ചിലപ്പം മഴ വല്ലതും നനയുവാണെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോകുന്നു. അതിനെക്കാട്ടി നല്ല ഇതേപോലത്തെ ഇത്രയിലെ കൊണ്ടുപോകും, ഇതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീല 2 എണ്ണം മേടിച്ചു, മഞ്ഞ 2 എണ്ണം മേടിച്ചു, റെഡ് ഒറ്റ കളറേ ഉള്ളായിരുന്നു, ഗ്രീനും 2 എണ്ണം മേടിച്ചു. അല്ല, റെഡ് ഒറ്റ ഒരെണ്ണേ മേടിച്ചുള്ളൂ. ഇപ്പൊ പള്ളികളിലൊക്കെ സ്റ്റാർ ഇങ്ങനെ ഉണ്ടാക്കി ഇടുന്നോണ്ട് ഈ പേപ്പറൊക്കെ ആണേലും പെട്ടെന്ന് തീരും. പണ്ട് മുട്ടായി ഇല്ലായിരുന്നു അമ്മ ഇതേപോലെ ഈ ഒരു കടലാസ് വെച്ച് പൊതിയുന്നേ. ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെളിയിൽ നോക്കുമ്പോൾ നീല കളറായിരിക്കും. ഇപ്പം നമ്മുടെ മിറ്റം ഇങ്ങനെ ഈ നീല കളർ പേപ്പറിൻ്റെ അകത്തൂടെ നോക്കിക്കും, കണ്ടോ, നീല കളർ. റെഡ് കളർ പേപ്പറിൻ്റെ അകത്തൂടെ നോക്കുമ്പോൾ കണ്ടോ ഒരു റെഡ് ഷെയ്ഡാ വെളിയിൽ. നമ്മൾ ആ സ്റ്റാറിൽ നിന്ന് പഴയ പേപ്പറെല്ലാം ഫുൾ കീറി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് വന്ന പേപ്പർ അളന്നിങ്ങനെ മുറിച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പിങ്കിക്കുഞ്ഞ് ഇവിടെ നിപ്പുണ്ട്. സ്റ്റാർ ഉണ്ടാക്കുമോ? സ്റ്റാർ അവിടെ കൈക്ക് വയ്യ. ഇനി വന്നേ 15 രൂപ ഒരു പേപ്പറിന്, ഒരു ഷീറ്റ്. 2 തരം കൊണ്ട് പോകുമ്പോൾ ഈ സ്റ്റാർ പൊക്കി കമ്പേ കെട്ടി പൊക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ എന്നിട്ട് നടുക്ക് എഴുതി വെക്ക് ഹാപ്പി ക്രിസ്മസ്. ഒരു സ്റ്റാറിൻ്റെ അത് വേറെയാണത്. ഇത് ഈ ചെറിയ സ്റ്റാർ അല്ലേ, മറ്റേ വലിയ സ്റ്റാർ അല്ലേ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ തണ്ടയിൽ കെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടാകുന്നത്. ആ വെട്ടമല്ലേ ഉള്ളേടി, അന്ന് വെട്ടവും പിടിച്ചോണ്ടാവും ജോലിക്കാരുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ വെട്ടവും പിന്നെ പെട്രോൾ മാക്സ് എന്ന് പറഞ്ഞൊരു സാധനം നീ കണ്ടിട്ടുണ്ട്? ആ സാധനം തലയെ വെക്കും. പിന്നെ പട്ടിയും പന്നിയും പൂച്ചയും ആനയും കുതിരയും ഒന്നും ആനയും കടിക്കുകയോ എടുക്കുകയോ ഇല്ല. എന്താണെന്നറിയോ, കൊട്ടും പാട്ടും ആയിട്ട് പോകുന്നുണ്ട്. എന്താപ്പാ അതില്ല, 1 വർഷം ആയില്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം കാണും. പോത്തില്ലേ? ആഹാ, ഈ വേക്കൂടെ നമുക്കിതിടാം. ഇവിടെ കൊടുക്കാൻ ചോപ്പ്. അപ്പാ പറഞ്ഞത് ഈ ഒരു കാലിനൂടെ ചോമ്പ് കൊടുക്കാന്നാ. വേണ്ട, ഇന്നാളത്തെ പോലെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് വില ഉണ്ടോട്ടാൻ പാടല്ലേ. ഇപ്പഴത്തെ നമ്മൾ കവറിങ് വരുമല്ലേ, അങ്ങനെ ശരി കൊള്ളാം. നല്ല
ഒട്ടിച്ച് പശ തീരുമെന്ന് പറഞ്ഞാൽ അന്നേ മോള് വേണ്ട. പക്ഷെ തീരാനല്ലോ ഞങ്ങൾക്ക് ഇനിയും പിന്നെ നിങ്ങളുടെ പരിപാടി എന്തേലും വേണോണ്ട് എന്നെ വഴക്ക് പറയാം. പരിപാടികളുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ കിടക്കുന്നു. വൈകിട്ട് ഫുൾ പരിപാടിയാണ്. എന്തുവാ വൈകിട്ട് നോക്കണം. കണ്ടോ നീ കണ്ടോ പേപ്പറുകൾ ഇഷ്ടം പോലെ ബാക്കി. വേണമെങ്കിൽ നമ്മൾ ഇനി ഒരു സ്റ്റാർ കൂടെ ഉണ്ടാക്കും ഇല്ലയോപ്പ. ഓ ഇപ്പൊ രണ്ടുപേരും യൂണിയൻ ആയല്ലോ. ആഹാ അപ്പ ഒട്ടിക്കുന്ന ചെടിയല്ല അമ്മ വാ വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേച്ച് ഇപ്പൊ കണ്ടോ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ രണ്ട് യൂണിയൻ അമ്മ വേറെ പണിയിരിക്കട്ടെ. അല്ല 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 നമ്മള് 3 പേര് ഒന്ന്. എനിക്ക് യൂണിയൻ പിടിക്കാൻ ആടെ ഞാൻ കൊണ്ടുവരുവടി. വേണ്ട. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ താഴ്ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ സ്റ്റാർ തൂക്കിയിടാൻ പോവാണേ. ഇവിടെ ഒട്ടി വന്ന ചാടിപ്പിടിയപ്പാ. യെസ് ശരിയുണ്ടോ? ഇച്ചിരി കൂടെ ഇറക്കിയിട്. എത്ര വേണേലും ഇറക്കാം. ആ അത് മതി. അത് പോരാമേ. ബൾബ് കയറ്റി. താഴ്ഭാഗവും നമ്മൾ അടച്ചു. ഇച്ചിരി കൂടെ ഇരുട്ടി കഴിഞ്ഞാലേ നമുക്ക് ഭംഗി കാണാൻ പറ്റും.